Afternoon. Today we'll discuss Unit 30, it is livelihood and sustainability. So, what are the points we are going to discuss in this unit? We'll discuss livelihood as a subject in the process of development and also describe the problem of sustainability with regard to എന്താണ് sustainability? Sustainability എന്ന് പറഞ്ഞാൽ സുസ്ഥിരത. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ റിസോഴ്സസ് ഉപയോഗിക്കുന്നു. വി ആർ സപ്പോസ് ടു തിങ്ക് അബൌട്ട് എ സസ്റ്റൈനബിൾ ഡെവലപ്പ്, നിലനിൽക്കുന്ന അല്ലെങ്കിൽ സുസ്ഥിരമായ ഒന്ന്. അതാണ് ടു എക്സാമിൻ ദ വേരിയസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് ഇഷ്യൂസ് ഇൻ ദ റൂറലും ഗ്രാമപ്രദേശങ്ങളിലും പട്ടണ പ്രദേശങ്ങളിലും എന്താണ് ലൈവ്ലിഹുഡ്, അവിടുത്തെ ഇഷ്യൂസ് എന്താണ്, ഇതെല്ലാമാണ് നമ്മൾ കാണാൻ പോകുന്നത്. Also, we'll explain the role that state plays with schemes and policy with regard to livelihood and sustain. ഓരോ രാഷ്ട്രം എന്തെല്ലാം പോളിസികളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി ആൻഡ് ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് എന്തെല്ലാം സ്കീംസാണ് ഉണ്ടായിരിക്കുന്നത്, അതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ the institutional and organizational structure of a society, which includes its attitudes, values, power structure, traditions, ഇതിനെല്ലാം കൂടി ആണ് നമ്മൾ സോഷ്യൽ സിസ്റ്റം എന്ന്. ഒരു സമൂഹത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവാം, അവൻ്റെ ആറ്റിറ്റ്യൂഡ്സ്, അതിൻ്റെ വാല്യൂസ്, പവർ സ്ട്രക്ചർ, പാരമ്പര്യങ്ങൾ, ഇതെല്ലാം ഒത്തുചേർന്നുമ്പോഴാണ് നമ്മൾ ഒരു സോഷ്യൽ സിസ്റ്റം എന്ന് പറയും. അപ്പോൾ മൈക്കൽ ടൊഡാരോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വികസനം എന്താ, വാട്ട് ഈസ് അക്കോർഡിംഗ് ടു ടൊഡാരോ ഡെവലപ്മെൻറ്റ്. ഹി ഡിഫൈൻസ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് പ്യൂർലി ആൻ ഇക്കണോമിക്, ഇതൊരു സാമ്പത്തിക പ്രക്രിയ മാത്രമല്ല, ബട്ട് റാദർ ഈ മൾട്ടി ഡയമെൻഷൻ, പല പല സ്ട്രീംസ് ഉള്ള, പല പല ഡയമെൻഷൻസ് ഉള്ള ഒരു പ്രക്രിയയാണ്. എന്തെല്ലാമാണ് ഇതിൻ്റെ അകത്തുള്ളത്? റീഓർഗനൈസേഷൻ ആൻഡ് റീഓറിയൻറ്റേഷൻ ഓഫ് എൻ്റയർ എക്കണോമിക് ആൻഡ് സോഷ്യൽ സിസ്റ്റം. ഈ മൊത്തം സമൂഹത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ അകത്ത് സാമ്പത്തികമുണ്ട് തീർച്ചയായിട്ടും. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് ഓൾ ഹ്യൂമൻ ലൈഫ് വിത്ത് 3 ഇമ്പോർട്ടൻ്റ്. നമ്മളത് പ്രാവശ്യം ഡിസ്കസ് ചെയ്തു, വീണ്ടും ഞാൻ പറയാം. എന്താണ് വികസനം? വികസനം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് നമ്മൾ പറഞ്ഞാൽ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യമാണ്, അല്ലെങ്കിൽ നമുക്ക് വികസനം എന്ന് പറയാൻ സാധിക്കും. പക്ഷെ ഇപ്പോൾ ഓരോ വികസന പ്രോജക്റ്റിലും ഇതെല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കംപ്ലീറ്റ്ലി ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ അത് സംശയമാണ്. ബട്ട് സ്റ്റിൽ വാട്ട് ഈസ് ദ ഇൻറ്റൻഷൻ ഓഫ് ഡെവലപ്മെൻറ്റ്? ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വികസന പ്രക്രിയ അല്ലെങ്കിൽ വികസന പദ്ധതികളുടെയൊക്കെ ലക്ഷ്യം എന്തായിരിക്കണം? മനുഷ്യൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ വികസനം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സോ ദാറ്റ് അതിൻ്റെ ഒരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്താണ്? റൈസിങ് പീപ്പിൾസ് ലിവിങ് ലെവൽസ്, ജീവിത നിലവാരം ഉയർത്തുക, വരുമാനം, കൺസംഷൻ, ഫുഡ്, മെഡിക്കൽ സർവീസസ്, എഡ്യൂക്കേഷൻ, ഭക്ഷണം, ചികിത്സാ രംഗത്തെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, ഇതെല്ലാം വളരുന്ന ഒരു പ്രക്രിയയുടെ അല്ലെങ്കിൽ വികസിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഘടകങ്ങളായി മാറണം. എന്നാൽ മാത്രമേ നമുക്ക് വികസനം ഇപ്പം ദാരിദ്ര്യമുള്ള ഒരു സമൂഹത്തിന്, ദാരിദ്ര്യമുള്ള ഒരു രാഷ്ട്രത്തിന് അത് കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയി നമുക്ക് പറയാൻ സാധിക്കില്ല. ശരിയായിട്ടുള്ള മരുന്ന്, ചികിത്സാ രീതികളും ലഭ്യമല്ലാത്ത ഒരു സമൂഹം എങ്ങനെ പുരോഗതി പ്രാപിച്ചു നമുക്ക് പറയാൻ സാധിക്കും? അതുകൊണ്ടാണ് വരുമാനം ഉണ്ടാവണം, നല്ല ഭക്ഷണം വേണം, മനുഷ്യർക്ക് നല്ല ചികിത്സാ രീതികൾ വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വികസനം ഉണ്ടായി എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, സോ ക്രിയേറ്റിംഗ് കണ്ടീഷൻസ് കൺട്രിബ്യൂട്ട് ടു ദ ഗ്രോത്ത് ഓഫ് പീപ്പിൾ സെൽഫ് എസ്റ്റീം, നമ്മുടെ ആത്മാഭിമാനം വളർത്താൻ ഉതകുന്ന തരത്തിലുള്ള ജീവിത രീതി ഓരോ പൗരനും പ്രാപ്യമാകണം.
അതാണ്. എങ്ങനെ പ്രാപ്യമാകും അത്? സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക വികസനത്തിലൂടെയും അതിനുള്ള പറ്റിയ സ്ഥാപനങ്ങളിലൂടെയും ആണ് മനുഷ്യൻ്റെ ഡിഗ്നിറ്റിയും അല്ലെങ്കിൽ അന്തസ്സും ബഹുമാനവും വളർത്താൻ സാധ്യമാണ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. മനുഷ്യൻ്റെ അന്തസ്സും ബഹുമാനവും അവന് അർഹിക്കുന്ന ബഹുമാനം കിട്ടേണ്ട രീതിയിൽ കിട്ടുന്ന ഒരു സമൂഹം ഉണ്ടാക്കും. അതാണ് വികസനത്തിൻ്റെ ലക്ഷ്യം. And also increasing people's freedom to choose by enlarging the range of their choice variables, varieties of goods and അവനവൻ്റെ ഫ്രീഡം, പല പല ഗുഡ്സ് ആൻഡ് സർവീസസ് അവനവൻ്റെ ഇഷ്ടമനുസരിച്ചുള്ള സാധനങ്ങൾ അവന് ലഭ്യമാണ്. പിന്നെ ലൈവ്ലിഹുഡ് ആൻഡ് സസ്റ്റൈനബിലിറ്റി കൺസെപ്റ്റ്സ് എന്താണെന്ന് നോക്കാം. ഈ ലൈവ്ലിഹുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവനുള്ള കേപ്പബിലിറ്റീസ് അല്ലെങ്കിൽ കഴിവുകൾ, അത് മെറ്റീരിയൽ ആകാം, പിന്നെ റിസോഴ്സസ് ആകാം, പ്രവർത്തികളാകാം, ഒരു മനുഷ്യൻ്റെ നല്ല ജീവിതം ജീവിക്കുവാൻ ആവശ്യമുള്ള പ്രവർത്തികളാവാം. A livelihood is sustainable when it can cope with and recover from stresses and shocks. അവനവൻ്റെ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും തരാത്ത, and maintain or enhance its capabilities and assets both now and in the future while not undermining the natural resource base. അവൻ്റെ ഭാവി പോലും സുരക്ഷിതമായിരിക്കണം. ലൈവ്ലിഹുഡ് ഡസ് നോട്ട് റെഫർ ടു എ സിംഗിൾ ആക്ടിവിറ്റി ആസ് ഇറ്റ്. ഒരു പ്രവൃത്തി മാത്രമല്ലല്ലോ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത്, അല്ലേ? പല പല പ്രവൃത്തികളുടെ ആകെത്തുകയാണത്. കോംപ്ലെക്സ്, കോണ്ടെക്സ്റ്റുവൽ, ഒരു സിമ്പിൾ അല്ല, ഒരു ഗഹനമായ ഡൈവേഴ്സ് ഡൈനാമിക് സ്ട്രാറ്റജീസ്, നയരൂപീകരണം, നയങ്ങൾ ഡെവലപ്ഡ് ബൈ ദ ഹൗസ് ഹോൾഡ്സ് ടു മീറ്റ് ദയർ നീഡ്സ്. ഓരോ കുടുംബങ്ങളും പല പല പ്രക്രിയകളിലൂടെ നേടിയെടുത്ത ഒരു സംവിധാനം അതാണ്. ഈ സെക്യൂറിങ് റിസോഴ്സസ് ടു ലീവ് ഇൻ ദ സൊസൈറ്റി വിച്ച് ക്യാൻ ഇൻക്ലൂഡ് ടാഞ്ചിബിൾ അസറ്റ്സ്. അത് എന്തൊക്കെയാണ്? ഫുഡ് സ്റ്റോക്സ് ഉണ്ടാവും, വാല്യുബിൾസ്, ഗോൾഡ്, ജ്വല്ലറി, ക്യാഷ്. ഓരോ കുടുംബങ്ങൾക്കുമുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുന്ന സംവിധാനങ്ങളാണ് അല്ലേ ഇതെല്ലാം. ആവശ്യത്തിന് ഭക്ഷണം സ്റ്റോക്ക് ചെയ്ത് ഉണ്ടാവണം. വിലയേറിയ മറ്റു വിലപിടിപ്പുള്ള സ്വർണം, ആഭരണം, പൈസ, ഇതെല്ലാം ഉണ്ടാകും. റിസോഴ്സസ് ലൈക്ക് ഇപ്പോൾ നമ്മുടെ ഭൂമി, വെള്ളം, മരം, ഫാം എക്യുപ്മെൻറ്റ്സ്, ഇതെല്ലാം ഒരു കുടുംബത്തിലേക്ക് ആവശ്യമുള്ള സംവിധാനങ്ങളാണ്. ഇതെല്ലാം സുരക്ഷിതത്വം കൂടി നൽകുന്നുണ്ട് ഒരു കുടുംബത്തിന്, അല്ലേ? അസെറ്റ്സ് ആണ് അപ്പീൽസ് ഓർ ഡിമാൻഡ്സ് വിച്ച് ക്യാൻ ബി മെയ്ഡ് ഫോർ മെറ്റീരിയൽ, മോറൽ ഓർ അതർ പ്രാക്ടിക്കൽ സപ്പോർട്ട്. ആൻഡ് ആക്സസിബിലിറ്റി ടു ഓപ്പർച്യൂണിറ്റി. നമുക്ക് അവസരങ്ങൾ കിട്ടണം, അല്ലേ? എല്ലാവർക്കും ചിലപ്പോൾ അവസരങ്ങൾ കിട്ടി. ഇപ്പോൾ ട്രൈബൽ ഏരിയ കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അല്ലേ? അവർക്ക് അവസരങ്ങൾ കുറവാണ്. അതാണ്. ഡിപ്പെൻഡ്സ് ഓൺ ദ ഓരോ പൗരനും, ഏത് രാഷ്ട്രമായാലും ആ രാഷ്ട്രത്തിലുള്ള പൗരന്മാർക്കൊക്കെ അവസരങ്ങൾ ലഭ്യമാകണം. റിസോഴ്സസ് ഉപയോഗിക്കാനും സർവീസ് ലഭിക്കാനും, മെറ്റീരിയൽ, ടെക്നോളജി, എംപ്ലോയ്മെൻറ്റ്, ഫുഡ് ആൻഡ് ഇൻകം, ജോലി സാധ്യതകൾ വേണം, ഭക്ഷണം നല്ലത് ലഭ്യമാകണം, നല്ല വരുമാനം ഉണ്ടാകണം. ഇതെല്ലാം ആവശ്യമാണ്. ഇനി സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ സുസ്ഥിരത എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഹാൻസ്മെൻറ്റ് ഓർ മെയിൻ്റനൻസ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഓഫ് റിസോഴ്സസ് ഓൺ എ ലോങ് ടേം ബേസിസ്. A single household can be enabled to gain sustainable livelihood in many ways. സ്ഥിരമായ ഒരു ലൈവ്ലിഹുഡ് ഉണ്ടാക്കുന്നതിന് പല പല രീതികളാണ്, അല്ലേ? ഒന്നാമത് കൈവശാവകാശം, അതാണ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ലാൻഡ്, ഭൂമി ആൻഡ് ലൈഫ് സ്റ്റോക്ക്, ഇതിൻ്റെ എല്ലാം കൈവശാവകാശം. പിന്നെ റൈറ്റ്സ് ടു ഗ്രേസിങ്, ഫിഷിംഗ്, ഹണ്ടിങ് ആൻഡ് ഗാദറിങ്. മനുഷ്യൻ്റെ അവകാശ റൈറ്റ്സിൽ പെടുന്നതാണ് ഇതെല്ലാം, അല്ലേ? ഹണ്ടിങ് ചെയ്യാൻ പോകാൻ പറ്റണം, ഫിഷിങ് ഇതിന് പറ്റണം, അങ്ങനെ. ആൻഡ് ഓൾസോ നല്ല ഒരു സ്റ്റേബിൾ ജോലി ഉണ്ടായിരുന്നത്, നല്ല വരുമാനമുള്ള ജോലി, അതാണ്. ത്രൂ സ്റ്റേബിൾ എംപ്ലോയ്മെൻറ്റ്, നല്ല ഒരു ജീവിത രീതി ഉണ്ടാകണമെങ്കിൽ
നല്ല ഒരു ജീവിതം വേണം, നല്ല ജോലിയും നല്ല വരുമാനമുള്ള ജോലി ആവശ്യമാണ്. ത്രൂ വേരിയഡ് റിപ്പർട്ടറീസ് ഓഫ് ആക്ടിവിറ്റീസ്, പ്രവർത്തികൾ. ഇനി എന്താണ് ലൈവ്ലിഹുഡ് അപ്രോച്ചും സസ്റ്റൈനബിലിറ്റിയും തമ്മിലുള്ള ബന്ധം? അത് നമുക്ക് നോക്കാം. The availability of adequate stocks and food and cash to meet basic needs would refer to the essentials of livelihood. എന്താണ് ഒരു ജീവിതത്തിന് ആവശ്യമുള്ള ജീവനോപാധികൾ എന്തൊക്കെയാണ്? അതായത് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മിനിമം നീഡ്സ് ഉള്ള കാര്യങ്ങൾ വേണം, ബേസിക് നീഡ്സ് അല്ലേ? അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫുഡ് ഏറ്റവും മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണല്ലേ. ഭക്ഷണം, കുടിവെള്ളം, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ബേസിക് നീഡ്സ് എന്തൊക്കെയായിരിക്കണം എന്നുള്ളത്. ഫുഡ്, ഡ്രിങ്കിങ് വാട്ടർ, അക്കോമഡേഷൻ, ഡ്രസ്, ഇതൊക്കെ ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല താമസ സൗകര്യം, കുടിക്കാനുള്ള വെള്ളം, ഇതൊക്കെ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളാണ്. ഓരോ പൗരൻ്റെയും അല്ലെങ്കിൽ ഓരോ മനുഷ്യൻ, ഇതെല്ലാം ഗവൺമെൻറ് കൊടുക്കാനും ബാധ്യസ്ഥമാണ്. So the maintenance or enhancement of resource productivity on a long-term basis would mean a sustainable livelihood. Maintenance ഈ റിസോഴ്സ് പ്രൊഡക്ടിവിറ്റി, ഒരു സുസ്ഥിരമായ ഒരു ജീവിതം ജീവിക്കുവാൻ വേണ്ട ആവശ്യമുള്ള കാര്യങ്ങളാണ്. അത് ഷോർട്ട് ടേം അല്ല, ലോങ് ടേം ബേസിസിൽ വേണം അല്ലേ. മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവൻ മനുഷ്യന് ഇതെല്ലാം ആവശ്യമാണ്. അപ്പോൾ അവൻ്റെ ജീവിതകാലം മുഴുവൻ ഇതെല്ലാം ലഭ്യമാണ്. അതാണ്. സോ സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് ബൈ ഹൗസ് ഹോൾഡ് ക്യാൻ ബി സെക്യൂർഡ് ഇൻ, ഇത് പല പല വിധത്തിൽ നമുക്ക് ലഭ്യമാകും. ഓണർഷിപ്പ്, ഭൂമിയുടെ കൈവശാവകാശം, ലൈഫ് സ്റ്റോക്ക് ആൻഡ് ട്രീസ്, അനിമൽസ് അല്ലെങ്കിൽ മരങ്ങൾ, ഗ്രേസിങ്, ഫിഷിങ്, ഹണ്ടിങ്, മീൻ പിടിക്കാൻ പോവുക, മൃഗങ്ങൾ, ഇതിനൊക്കെ മനുഷ്യൻ്റെ ഒരു അവകാശവും കൂടിയാണ്. ഇതിനൊക്കെ സസ്റ്റൈനബിലിറ്റി ആവശ്യമാണ്. ഒരു മരങ്ങൾ കംപ്ലീറ്റ് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ജനറേഷൻ. എംപ്ലോയ്മെൻറ്റ് വിത്ത് ആഡിക്വേറ്റ് റിമോട്ട്, ഒരു സ്ഥിര വരുമാനമുള്ള നല്ല ജോലി, ഇതും മനുഷ്യൻ്റെ ഒരു അവകാശമാണ്. Or through varied repertoires of activities. Any definition of livelihood sustainability has to include the ability to avoid, or more usually to withstand and recover from any kind of നമുക്കുണ്ടാവുന്ന ടെൻഷൻസ്, സ്ട്രെസ്സസ് and shocks that may occur to natural. ഇപ്പോൾ പ്രളയം വന്നു, മനുഷ്യന് എന്തോരം വിഷമിച്ചില്ല, സ്ട്രെയിൻ കൊടുക്കണ മനുഷ്യന്. അതുപോലെ തന്നെ കോവിഡ് വന്നു, കലാമിറ്റീസാണ് ഇതെല്ലാം. മനുഷ്യൻ പ്രതീക്ഷിക്കാതെ വരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ദുഃഖകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ മനുഷ്യനെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നു. അതാണ്. അപ്പോൾ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ, മെൻ്റൽ ടെൻഷനൊക്കെ ഇപ്പം ആൾക്കാരൊരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അവിടെ നിന്ന് കുടിയിറക്കപ്പെടുന്നു, ഡിസ്പ്ലേസ്, വിച്ച് വി ഹാവ് സീൻ യെസ്റ്റർഡേ. അവർക്ക് ഭയങ്കര സ്ട്രെയിനായോ, ഞങ്ങളുടെ സ്ഥലം പോയി, ഞങ്ങളുടെ വീട്, അതേപോലത്തെ സ്ഥലവും വീടും ഒന്നും പിന്നെ കൊടുക്കാൻ ഗവൺമെൻറ് സാധിക്കുന്നുമില്ല. അത്രയും നല്ല രീതിയിൽ കഴിഞ്ഞവർ പിന്നെ കുടിലിൽ കഴിയുമ്പോൾ അവർക്കുള്ള മാനസിക വിഷമങ്ങൾ, അതാണ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ദ. അപ്പം ഇങ്ങനെ സ്ട്രെസ്സും സ്ട്രെയിനൊന്നും ഇല്ലാതെ സന്തോഷകരമായിട്ട് ജീവിക്കുവാനുള്ള അവകാശം എല്ലാ പൗരനും ഉണ്ട്. അത് ഇപ്പോൾ ഗവൺമെൻറ് ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തൊക്കെ പോപ്പുലേഷൻ നല്ല കൂടുതലാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാവരിലേയും എത്തുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. പല പല പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കടൽ കയറ്റം വരുമ്പോൾ അപ്പോൾ അവിടുത്തെ വീടുകൾ ഇടിഞ്ഞു വീഴുന്നു. അപ്പോൾ അവർക്ക് വേറെ വീട് വെച്ച് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ ക്യാമ്പിൽ താമസിക്കേണ്ട അവസ്ഥ. ഒരു മുറിയായിരിക്കും ക്യാമ്പെന്ന്, ഒരു ഫാമിലിക്ക് ഒരു മുറിയായിരിക്കും. അപ്പോൾ പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് ഡ്രസ്സ് മാറാൻ തന്നെ. ഇപ്പോൾ വിഴിഞ്ഞത്തൊക്കെ അതാ സംഭവിച്ചത്. അവിടെ കടൽ കയറിയിട്ട് വീടുകൾ ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരിപ്പോൾ ക്യാമ്പിൽ താമസിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു മുറിയാണ് ഒരു കുടുംബത്തിന് കഴിയേണ്ട സ്ഥല സൗകര്യങ്ങൾ അവർക്ക് ആവശ്യത്തിനില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ പീപ്പിൾ ദേ ഹാവ് മെൻ്റൽ സ്ട്രെസ്.
ആൻഡ് ടു നാച്ചുറൽ ഓർ എനി അതർ കലാമിറ്റീസ് വരുമ്പോൾ, അതുപോലെ തന്നെ പല പല പ്രോജക്റ്റ് വരുമ്പോൾ ആൾക്കാർ ഡിസ്പ്ലേസ്ഡ് ആവുന്നു, കുടിയിറക്കപ്പെടുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം. അതാണ് അതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ. ദേ ഹാവ് ദ റൈറ്റ് ടു ഗോ ഫോർ എ ഗുഡ് എംപ്ലോയ്മെൻറ്റ്. പക്ഷെ അവർക്കത് കിട്ടുന്നില്ല. നല്ല വരുമാനമുള്ള, അതാണ് വിത്ത് ഗുഡ് റിമുനറേഷൻ എന്ന് പറഞ്ഞാൽ. ഈ ഗുഡ് എംപ്ലോയ്മെൻറ്റ് വിത്ത് ആഡിക്വേറ്റ് റിമുനറേഷൻ ഓർ ത്രൂ വേരിയഡ് റെപ്പർട്ടേഴ്സ് ഓഫ് ആക്ടിവിറ്റി, പല പല പ്രവൃത്തികൾക്ക് അവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ മനുഷ്യന്. പക്ഷെ ഈ അവസരങ്ങൾ, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും നല്ല തൊഴിലവസരങ്ങൾ അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ മൈഗ്രേഷനൊക്കെ കൂടി. നമ്മുടെ കേരളത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇപ്പോൾ കുട്ടികൾ പുറത്തേക്കൊക്കെ പോകുന്നത്? ബിക്കോസ് ദേ ഗെറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ഔട്ട്സൈഡ് കേരള ഓർ ഔട്ട്സൈഡ് ഇന്ത്യ, കാനഡ, USA, ഇങ്ങനെ പല പല രാഷ്ട്രങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്ന മൈഗ്രേഷൻ പോകുന്ന ഒരു അവസ്ഥ കാണുന്നത്. നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല ബുദ്ധിയുള്ള ഇൻ്റലക്ച്വൽസ് ആൾക്കാരാണ് പോകുന്നത്. സോ എനിക്കിങ്ങനെ സ്ട്രെസ് ആൻഡ് ഷോക്സ്, ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ, കലാമിറ്റി ആകാം, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കുറവാകാം, ഇങ്ങനെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ ആൾക്കാർ പോകുന്ന ഒരവസ്ഥയും കൂടി ഉണ്ട്. ഇനി റൂറലിലെയും, അതായത് ഗ്രാമപ്രദേശങ്ങളിലെയും ടൗണുകളിലെയും അല്ലെങ്കിൽ അർബൻ ഏരിയയിലും പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ അവൈലബിൾ ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇന്ത്യാസ് റൂറൽ ഏരിയാസ് ആൻഡ് ദ ഇഷ്യൂസ് ഓഫ് സസ്റ്റൈനബിലിറ്റി വിത്ത് റിഗാർഡ് ടു ദോസ് ഓപ്പർച്യൂണിറ്റീസ്. എന്താണ് സുസ്ഥിരത എന്നുള്ള പ്രശ്നം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കൃഷി അല്ലേ, മെയിൻലി ആൾക്കാർ, ഇന്ത്യ ഒരു അഗ്രികൾച്ചറൽ കൺട്രി ആണല്ലോ. അപ്പോൾ മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ കൃഷിനെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. അവർ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുകയും കൃഷി ചെയ്ത സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് വിറ്റുണ്ടാക്കുന്ന പൈസ കൊണ്ട് ജീവിക്കുകയും അത് ഉപയോഗിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു. അപ്പോൾ മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ in India are directly or indirectly dependent upon primitive ആണ്. ഇപ്പോഴും പഴയ പ്രാക്ടീസ്, അതായത് വെള്ളത്തിന് വേണമെങ്കിൽ മഴ വേണം. പല പല ഏരിയയിൽ ഇപ്പോഴും വലിയ ഡാമോ അല്ലെങ്കിൽ വെള്ളം ലഭ്യമാക്കാനുള്ള മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ല. ട്രഡീഷണൽ, അതായത് പാരമ്പര്യമായിട്ട് ഇപ്പോഴും മനുഷ്യർ പാരമ്പര്യ രീതികളെയാണ് ഡിപ്പെൻഡ് ചെയ്തത്. ഗവൺമെൻറ്റൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്, ട്രാക്ടർ കൊണ്ടുവരാനും മെഷീൻ കൊണ്ടുവരാനും വിതയ്ക്കാനും കൊയ്യാനും ഒക്കെ ഇപ്പോൾ മെഷീൻസൊക്കെ ഏർപ്പെടുത്തി. പക്ഷെ ഇത് വാങ്ങാൻ പാവപ്പെട്ടവർക്ക് പറ്റുന്നില്ല, പാവപ്പെട്ട കൃഷിക്കാർക്ക്. പക്ഷെ ഇപ്പോൾ ഗവൺമെൻറ് ലോൺസൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഇനി ഇന്ത്യ എസ്പെഷ്യലി റൂറൽ ഗ്രാമപ്രദേശങ്ങളിൽ ലൈഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു ഇക്കണോമിക് അസറ്റാണ്. അതിനും പൈസ വേണമല്ലോ. സിമ്പിളായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഷുറൻസസ് ഫോർ, അതൊരു സമ്പാദ്യ രീതിയും അത് ഇൻഷുറൻസും ആണ്. ഓൾ ദ പ്രോഡക്ട്സ് സച്ച് മിൽക്ക്, എഗ്ഗ്, അതുകൊണ്ടാണ് ലൈഫ് സ്റ്റോക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് അതൊക്കെയാണല്ലോ. അപ്പോൾ ക്യാൻ ബി ലൈവ് അനിമൽസ്, ജീവനുള്ള മൃഗങ്ങളെ തന്നെ ഫോർ ഡൊമസ്റ്റിക് കൺസംഷൻ, വീട്ടിലുള്ള ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ റെഗുലറായിട്ട് ക്യാഷ് കിട്ടാനുള്ള, പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഉപാധിയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നു. and also sold in the event that a household faces a major expenditure or unexpected event. ചിലപ്പോൾ എന്ത് ചെയ്യും, വീട്ടിലൊരു പശു, 2 പശു ഉള്ളതുമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ പെട്ടെന്നൊരു കല്യാണം കഴിപ്പിക്കണം മകളെ. അപ്പം എന്ത് പറ്റുന്നു, ഈ ഇതിനെ വിൽക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ അവരുടെ ജീവനോപാധി അവിടെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതാണ്, അത് എക്കണോമിക് അസറ്റാണെന്ന് പറയണതാണ്. ഗോൾഡ് പോലെ തന്നെ മൃഗങ്ങളും ഓരോ കുടുംബത്തിൻ്റെയും എക്കണോമിക് അസറ്റായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ അതിനൊരു അസുഖം വന്നു, അത് മരിച്ചുപോയി, അപ്പോൾ പെട്ടെന്നൊരു നഷ്ടം വരുവാണ് ആ കുടുംബത്തിൽ.
സോ ദാറ്റ്സ് ഓൾ. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് ഒരു കുടുംബങ്ങളിൽ, എസ്പെഷ്യലി ഇൻ ദ റൂറൽ ഏരിയാസ്. സോ ദേ ഹാവ് ടു ബി കെയർഫുൾ. അതാണ് മെജോറിറ്റിയും. നമ്മൾ കുറേ പുരോഗതിയൊക്കെ പ്രാപിച്ചെന്ന് പറഞ്ഞാലും ഗ്രാമപ്രദേശങ്ങളിലുള്ള ആൾക്കാരുടെ അവസ്ഥ ഇതാണ്. ഒരു കലാമിറ്റി വന്നു, ഒരു വെള്ളപ്പൊക്കം വന്നു, പശുവും മൃഗങ്ങളൊക്കെ ഒലിച്ചുപോയി, അല്ലെങ്കിൽ കൃഷി നശിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യർ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ രാജസ്ഥാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഡ്രോട്ട് വന്നു, വരൾച്ച വന്നു, കൃഷി ഉണങ്ങിപ്പോകുന്നു. ഇപ്പോഴും നമുക്ക് എല്ലായിടത്തും കുടിവെള്ളം എത്തിക്കാനൊന്നും പറ്റിയിട്ടില്ല. എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. സോ കാട്, ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി ഇൻ ദ റൂറൽ ഏരിയാസ് ഇസ് സ്റ്റിൽ നോൺ കമേഴ്ഷ്യൽ ഫ്യൂവൽ, വുഡ് ആൻഡ് ആനിമൽ വേസ്റ്റ് ആണ്. ഇപ്പോഴും കത്തിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് മരങ്ങളും പിന്നെ മൃഗങ്ങളുടെ വേസ്റ്റൊക്കെ തന്നെയാണ്. വിമൻ ഓഫൺ ഗോ ടു ഫോറസ്റ്റ് ഏരിയാസ് ഇൻ സെർച്ച് ഓഫ് ഫ്യൂവൽ, വുഡ്. കത്തിക്കാനുള്ള വിറകിന് ആ ഭാഗത്ത് താമസിക്കുന്ന സ്ത്രീകളൊക്കെ ഇപ്പോഴും കാടിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ കാട് വെട്ടി നശിപ്പിക്കുമ്പോൾ എന്ത് പറ്റും? അവരുടെ ജീവനോപാധിയെ സഹായിക്കുന്ന ഇന്ധനത്തിനുള്ള മരങ്ങൾ ഇല്ലാണ്ടാവുകയാണ്. അപ്പോൾ അവർക്ക് അവിടെയും പ്രശ്നങ്ങളാണ്. പിന്നെ മണ്ണെണ്ണ മേടിക്കണമെങ്കിൽ അതിന് ധാരാളം പൈസ വേണം. Additionally, tribal populations living in or near forest areas have an important relationship. ഈ ട്രൈബൽ ഏരിയ താമസിക്കുന്ന ആൾക്കാരും കാടിൻ്റെ അടുത്ത് തന്നെയല്ല അവർ താമസിക്കുന്നത്, അല്ലെങ്കിൽ കാടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ അവരെല്ലാം കാടിനെ ഡിപ്പെൻഡ് ചെയ്ത്, ദേ ഡിപ്പെൻഡ് ഓൺ ദ ഫോറസ്റ്റ് ആണ്. അപ്പോൾ ത്രൂ ഔട്ട് വർഷങ്ങളോളം, വർഷം മുഴുവനും അവർ കാടിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. അവിടെ നിന്ന് ഫലങ്ങൾ കിട്ടുന്നു, മരങ്ങൾ കിട്ടുന്നു, കത്തിക്കാനുള്ള വിറക് ലഭ്യമാകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ കാടിനെ ഡിപ്പെൻഡ് ചെയ്ത്. ഇന്ത്യസ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഓൾസോ ഷെയർസ് എനർജറ്റിക് റിലേഷൻഷിപ്പ് വിത്ത്. അവർക്ക് കാടുമായിട്ട് ഭയങ്കര ബന്ധമാണ്, അവർക്ക് പേടിയൊന്നുമില്ല. ബിക്കോസ് ദേ നോ എപ്പോഴാണ് മൃഗങ്ങൾ വരുന്നത്, എപ്പോഴാണ് അവർ കാട്ടിൽ സഞ്ചരിക്കാൻ പറ്റാത്ത സമയങ്ങൾ, അല്ലെങ്കിൽ സഞ്ചരിക്കാൻ യോഗ്യമായ സമയങ്ങൾ, ഇതെല്ലാം അവർക്ക് അറിയാം. അപ്പോൾ അവരതനുസരിച്ച് അവിടെ ജീവിച്ച് പരിചയപ്പെടുവാണ്. നല്ല വെള്ളം എവിടെ കിട്ടും, നല്ല മരങ്ങൾ എവിടെ കിട്ടും, നല്ല ഫലങ്ങൾ എവിടെ കിട്ടും, പിന്നെ ഔഷധങ്ങൾ, എന്തെങ്കിലും കൈ മുറിഞ്ഞു, കാല് മുറിഞ്ഞു, അപ്പോൾ അതിനുള്ള ഔഷധ ചെടികൾ, ഇതെല്ലാം അവർക്കറിയാം. അപ്പോൾ മായം കലരാത്ത മീൻ എവിടെ കിട്ടും, മായം കലരാത്ത ഭക്ഷണം കഴിച്ചാണ് അവർക്ക് ശീലം. അപ്പോൾ ഈ കാടില്ലാണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ അരുവികൾ വറ്റിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ അരുവികൾ മനുഷ്യർ മലിനമാക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡാമിനോ എന്തിനെങ്കിലും വേണ്ടി ആ പ്രദേശത്തെ മരങ്ങൾ മുഴുവൻ നശിപ്പിക്കപ്പെടുമ്പോൾ ഈ ട്രൈബൽ ഏരിയയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ ജീവനോപാധിയെ വളരെ ദോഷകരമായി ഇതൊക്കെ ബാധിക്കുകയാണ്. അതാണ്. അപ്പോൾ സംസ്കാരവും പാരമ്പര്യവും എല്ലാവരുടെ സംസ്കാരം, ആ ട്രൈബൽ ഏരിയ അല്ലെങ്കിൽ ആ കാടിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ സംസ്കാരം, അവരുടെ കൾച്ചർ, അവരുടെ ട്രഡീഷൻ, ഇതെല്ലാം കാടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. Majority of people depending on rain-fed agriculture do not find work in many rural areas. മഴക്കാലത്തിനെ ആശ്രയിച്ച് വരുന്ന കുറേ ചെടികളെല്ലാം, അതിനെ ആ കൃഷി അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ എന്ത് പറ്റും? വർഷം മുഴുവൻ അവർക്ക് ജോലി കിട്ടണമെന്നില്ല. ആ സമയത്ത് അണ്ടർ സച്ച് സർക്കംസ്റ്റൻസസ് വൈൽ സം ഇൻഹാബിറ്റൻസ് ഡിപ്പെൻഡ് ഓൺ ദ ലൈവ്ലിഹുഡ് സ്ട്രാറ്റജീസ്, അവർ ചില നയങ്ങൾ അവരുടെ ജീവനോപാധിക്ക് ആവശ്യമുള്ള ചില ജോലികൾ അവർ കണ്ടുപിടിക്കും. അപ്പോൾ ആ ഗ്രാമങ്ങളിലുള്ളവർ അതാണ്. പിന്നെന്ത് ചെയ്യും? അവർക്ക് തൊഴിലില്ലാത്തപ്പോൾ അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിൽ അവർ വേറെ സ്ഥലങ്ങളിലേക്ക് പോകും ജോലി അന്വേഷിച്ച്. അതാണ് ദേ മൈഗ്രേറ്റ് ഡ്യൂറിങ് ഓഫ് സീസൺസ്. സോ ഇൻ റൂറൽ ഏരിയ അതുപോലെ തന്നെ ചില ബിസിനസ്സുകൾ, അതാണ് എൻ്റർപ്രൈസ്. റൂറൽ ഏരിയാസ് മെനി ഹൗസ് ഹോൾഡ്സ് ഹാവ് എ ഡൈവേഴ്സിറ്റി ഓഫ് ലൈവ്ലിഹുഡ്. പല രീതിയിലുള്ള ജീവനോപാധികൾ ഉണ്ടാവാം. സ്മോൾ ആൻഡ് മൈക്രോ എൻ്റർപ്രൈസസ്, പല ചെറിയ ബിസിനസ് പോലുള്ള സംവിധാനങ്ങൾ. ദേ പ്രൊവൈഡ് അഡീഷണൽ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അവർ ഒരു വരുമാനവും ജോലിയും ഒക്കെ
ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ ബിസിനസ് പോലുള്ള സംവിധാനങ്ങൾ. അപ്പോൾ അവർക്ക് വരുമാനം കിട്ടും. അതായത് കൃഷി ചെയ്യാൻ പറ്റാത്ത സമയത്തെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. Majority of enterprise and sold their products in the local market within villages across the districts. അപ്പോൾ ഇവരിങ്ങനെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇവരെന്താ ചെയ്യുന്നത്? They will sell these products. അവരിത് അവരുടെ സമീപത്തുള്ള മാർക്കറ്റിൽ പല പല വില്ലേജുകൾ ഉണ്ടാവുമല്ലോ, പല പല ഡിസ്ട്രിക്റ്റിൽ പല പല ജില്ലകളിലുള്ള പല പല മാർക്കറ്റിൽ കൊണ്ട് അവർ ആ സാധനങ്ങൾ വിട്ടു കാശ് മേടിക്കുന്നു. ആ പൈസ കൊണ്ട് അവർ ജീവിക്കുന്നു. പ്രസൻസ് ഓഫ് മിഡിൽ മെൻ, ലാക്ക് ഓഫ് ക്യാപിറ്റൽ ആൻഡ് റോ മെറ്റീരിയൽസ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ മധ്യവർത്തികൾ വരും. ഞങ്ങൾ കൊണ്ടുപോയി വിറ്റ് തരാമെന്ന് അവർ സാധനങ്ങൾ മേടിച്ച് കൊണ്ടുപോകുന്ന സ്ഥലത്ത് കൊണ്ട്. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ അവരതിൻ്റെ കമ്മീഷൻ എടുക്കുന്നു. പിന്നെ സ്ഥിരമായ ഒരു മൂലധനം പാവപ്പെട്ട മനുഷ്യർക്ക് ഉണ്ടാവാറില്ല. പിന്നെ റോ മെറ്റീരിയൽസ്, ലാക്ക് ഓഫ് ക്യാപിറ്റൽ. പിന്നെ ഇവർക്ക് ഇത് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന റോ മെറ്റീരിയൽസ് വേണ്ടേ? അസംസ്കൃത സാധനങ്ങൾ വേണമല്ലോ. നമ്മളിപ്പോൾ ഒരു സാധനം നമ്മളൊരു ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്നു, അതിന് മുള വേണം, അത് ചിലപ്പോൾ ഇവർക്ക് ലഭ്യമല്ല. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നങ്ങളാണ്. ഡിഫിക്കൽട്ടീസ് ദാറ്റ് മെജോറിറ്റി ഓഫ് ദ ഓൺട്രപ്രണേഴ്സ്, വ്യവസായം അല്ലെങ്കിൽ കുടിൽ വ്യവസായം തുടങ്ങുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് പല പല സ്ഥലങ്ങളിൽ. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ പ്രോബ്ലംസ് ഉണ്ട്. മെനി ഹൗസ് ഹോൾഡ് വിത്ത് നോ ഓർ വെരി ലിറ്റ്, കുറച്ച് സ്ഥലമുള്ള ആൾക്കാർ അല്ലെങ്കിൽ സ്ഥലം ഇല്ലാത്ത ആൾക്കാർ ഒക്കെ ഉണ്ടാവും. അപ്പം എന്തു പറ്റും? സ്മോൾ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ എൻഗേജ് ഇൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. ചില ആൾക്കാർ പബ്ലിക് സെക്ടറിൽ ജോലി ചെയ്യും, ചിലവർ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യും. അൺഓർഗനൈസ്ഡ്, അസംഘടിത മേഖലയിൽ അവർ ശമ്പളം കാശൊക്കെ കുറവായിരിക്കും, പക്ഷേ അവർക്ക് അതിനുള്ള സ്കില്ലും അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമൊക്കെ ഇല്ലെങ്കിൽ അസംഘടിത മേഖലകളിൽ അവർക്ക് ജോലി കിട്ടുള്ളൂ. സോ unorganized market casual laborers are also the most vulnerable as they are deprived of the benefits of labor. അപ്പോൾ ഈ അസംഘടിത മേഖലയിൽ ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ പറയുവാണെങ്കിൽ വയലിൽ പണിയെടുക്കുന്നവർ, പിന്നെ എന്താണ് കെട്ടിട നിർമ്മാണം പണിയെടുക്കുന്ന അവർക്കൊക്കെ വരുമാനവും കുറവാണ്. അവിടെ എന്തെങ്കിലും പ്രശ്നം, ബിക്കോസ് അവർ സംഘടിതരല്ല, ലേബർ നിയമത്തിൻ്റെ പരിധിയിൽ വരാത്ത ആൾക്കാരാണ്. അപ്പം അവർക്ക് ചിലപ്പോൾ മിനിമം എംപ്ലോയ്മെൻറ്റ് വേജ് കിട്ടണമെന്നില്ല, അത് ചോദിക്കാൻ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. പക്ഷേ വേറൊരു തൊഴിലും കിട്ടാത്തത് കൊണ്ട് ദേ ആർ ഫോഴ്സ്ഡ് ടു വർക്ക് ഇൻ ദീസ് പ്ലേസസ് ആണ്. In order to have a uniform wage structure and to reduce disparity in minimum wages across the country, അപ്പോൾ ഇങ്ങനെയുള്ള മിനിമം കൂലി കിട്ടാത്ത അവസ്ഥ വന്നപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഒരു നാഷണൽ ഫ്ലോർ ലെവൽ മിനിമം വേജ് ഒരു 115 per day എന്നും പറഞ്ഞിട്ട് ഒരു മിനിമം വേജ് ഫിക്സ് ചെയ്തു. There is also a significant gender disparity in wages across the regions as women received less wages as compared to men. പല സ്ഥലത്തും അതിപ്പോഴുള്ള ഒരു സത്യമാണ്. ബിക്കോസ് സ്ത്രീകൾക്ക് ഒരേ തൊഴിൽ ചെയ്താലും സ്ത്രീകൾക്ക് അത് ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. കെട്ടിട നിർമ്മാണ സ്ഥലത്ത് സ്ത്രീകൾ കൂടുതൽ ജോലി ചെയ്താലും കൂടുതൽ സമയം ചെയ്താലും അവർക്ക് വരുമാനം കുറവാണ് കൊടുക്കുന്നത്. ആഫ്റ്റർ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് MRGA എന്നൊരു സംവിധാനം കൊണ്ടുവന്നപ്പോൾ റൂറൽ ഹൗസ് ഹോൾഡ് ബിക്കം എൻറ്റൈറ്റിൽ ടു 100 days ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓൺ പബ്ലിക് വർക്ക്സ് അറ്റ് ദ സ്റ്റാറ്റ്യൂട്ടറി മിനിമം. 100 ദിവസമെങ്കിലും അവർക്ക് ജോലി കൊടുക്കാം. And any job card holding rural household can apply for employment if they are willing to do unskilled manual work. അത്ര സ്കില്ലൊന്നും ആവശ്യമില്ലാത്ത കൈത്തൊഴിലുകൾ ചെയ്യുന്നെങ്കിൽ അവർക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റി? 15 ദിവസത്തേക്ക് അവർക്ക് തൊഴിൽ, എംപ്ലോയ്മെൻറ്റ് ഒരു മാസത്തിൽ മിനിമം. Employment is provided within 15 days and if not, daily unemployment allowance in cash has to അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് തൊഴിലില്ലായ്മ വേതനം കൊടുക്കണം. അപ്പോൾ ഗ്രാമപഞ്ചായത്താണ്. വൺസ് ദ ഗ്രാമപഞ്ചായത്ത് ഇഷ്യൂ ദ ഡേറ്റഡ് റെസിപ്റ്റ് ഓഫ് ദ റിട്ടേൺ ആപ്ലിക്കേഷൻ ഫോർ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇത് ഗ്രാമപഞ്ചായത്താണ് ഒരു റെസിപ്റ്റും കൊടുക്കണം. സോ അങ്ങനെയുള്ള ഗവൺമെൻറ് നിയമങ്ങൾ കൊണ്ടുവന്നു.
ഇനി അർബൻ ലൈവ്ലിഹുഡ് സസ്റ്റൈനബിലിറ്റി, ഇനി നമ്മളിപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ കാര്യമാണ് കണ്ടത്. അവിടെ മെയിൻലി കൃഷിയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. മിനിമം തൊഴിൽ എങ്ങനെ നമുക്ക് സാധ്യമാകാം, ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. Urban areas offer a large range of activities and employment opportunities from public to private to industry-based to unorganized to entrepreneurship to various skill and creative work-based employments. അർബൻ ഏരിയാസിലെ ലാർജ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസും കുറേ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പല പല ജോലികൾ ഉണ്ടാവുമല്ലോ ഇവിടെ. കെട്ടിടം പണി ഉണ്ടാവും, ഓഫീസ് വർക്ക് ഉണ്ടാവാം, അങ്ങനെ പല പല ജോലികൾ ഉണ്ടാവും. ഫ്രം പബ്ലിക് ടു പ്രൈവറ്റ്, പബ്ലിക് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും. പിന്നെ വ്യാവസായികമായിട്ട് പല പല വ്യവസായങ്ങളുടെ കേന്ദ്രമാണല്ലോ അർബൻ സെൻറ്റേഴ്സ്. അപ്പം അൺഓർഗനൈസ്ഡ് ടു ഓൺട്രപ്രണർഷിപ്പ്, ഓരോ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള സാങ്കേതികത്വം, വേരിയസ് സ്കിൽ ആൻഡ് ക്രിയേറ്റീവ് വർക്ക് ബേസ്ഡ് എംപ്ലോയ്മെൻറ്റ്, ഓരോരോ ക്രിയേറ്റീവായിട്ട് ജോലി ചെയ്യാനുള്ള തൊഴിലവസരങ്ങളും ഇവിടെ ലഭ്യമാവുന്നു. അതാണ്. ഫോളോയിങ് ഗവൺമെൻറ്റിൻ്റെ സ്കീംസ് എന്താണെന്ന് ഇനി നോക്കാം. ഫോളോയിങ് സം സ്കീംസ് ഫോർ ദ ഫാമേഴ്സിനുണ്ട്, ചെറുപ്പക്കാർക്കുണ്ട്, സ്ത്രീകൾക്കുണ്ട്, ഇങ്ങനെ പല പല സ്കീമുണ്ട് ഗവൺമെൻറ്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന, അത് ഫാമേഴ്സിന് അല്ലെങ്കിൽ കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളത്. സീഡ് വില്ലേജ് സ്കീം ആൻഡ് നാഷണൽ വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഫോർ റെയിൻഫെഡ് ഏരിയ, ആ പ്രത്യേക റെയിൻഫെഡ് ഉള്ള ഏരിയയിലുള്ള ഒരു പ്രോജക്റ്റാണത്. NWDPRA എന്ന് പറയും. ഇനി ലൈവ് സ്റ്റോക്കിന് വേണ്ടി എന്തിട്ടാണ്? ലൈവ് സ്റ്റോക്ക് ഹെൽത്ത് ഇൻ റൂറൽ ഏരിയാസ്, അത് ഗ്രാമപ്രദേശങ്ങളിലുള്ള ലൈവ് സ്റ്റോക്കിന് വേണ്ടിയിട്ടുള്ളൂ. ഇനി നാഷണൽ പ്രോജക്റ്റ് ഫോർ കാറ്റിൽ ആൻഡ് ബഫലോ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട്, പശുവും കാളയും തമ്മിലുള്ള ബ്രീഡിങ്. ഇനി അസിസ്റ്റൻസ് ഫോർ മോഡേണൈസേഷൻ സ്ലോട്ടർ ഹൗസസ് ആൻഡ് കർക്കാസ് യൂട്ടിലൈസേഷൻ പ്ലാന്റ്സ്, ഈ മൃഗങ്ങളെ കശാപ്പ് ശാലകളുണ്ടല്ലോ, അത് മോഡേണൈസ് ചെയ്യാൻ, പഴയ പോലെ അത് ക്ലീൻ ആയിരിക്കണം, അസുഖങ്ങളില്ലാത്ത മൃഗങ്ങളായിരിക്കണം, അതിനുള്ള സഹായങ്ങളും ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. നാളിവിടെ ഒരു കശാപ്ശാല പൂട്ടിച്ചു എന്ന് പറഞ്ഞു, ബിക്കോസ് അതൊട്ടും ക്ലീൻ അല്ലായിരുന്നു. അപ്പോൾ ഈ ക്ലീൻ അല്ലാത്ത മാംസം മനുഷ്യർ കഴിക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ നിർത്താൻ വേണ്ടിയാണ് ഗവൺമെൻറ് അതിനൊക്കെ സ്ട്രിക്റ്റ് ആകുന്നത്. ഈയിടെ കഴിഞ്ഞ ദിവസം പേപ്പറിലുണ്ടായിരുന്നു, ഇവിടെ ഒരു സ്ഥലത്ത് ഇൻ കേരള ഒരു സ്ലോട്ടർ ഹൗസ് closed. They were asked to close it because ഒരു വൃത്തിയില്ലാത്ത സ്ഥലത്തായിരുന്നു അത് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ്സ് ഫോർ ഫീഡ് ആൻഡ് ഫോഡർ ഡെവലപ്മെൻറ്റ്, ലൈഫ് സ്റ്റോക്ക് ഇൻഷുറൻസിന് വേണ്ടിയുള്ള സംവിധാനം. ഇനി എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻ മോഡേണൈസേഷൻ റൂറൽ, ഇനി ഗ്രാമപ്രദേശങ്ങളിലും മൃഗങ്ങളെ കൊല്ലാനുള്ള കശാപ്പ് ശാലകൾ, അതിനുള്ള സഹായം. ഇൻറ്റിഗ്രേറ്റഡ് സാമ്പിൾ സർവീസ് സ്കീം ഫോർ എസ്റ്റിമേഷൻ ഓഫ് മേജർ ലൈഫ് സ്റ്റോക്ക് പ്രോഡക്ട്സ്, എന്തെല്ലാം പ്രോഡക്ട്സ് ആണ് ഒരു സ്ഥലത്ത് ആവശ്യം, അപ്പം എന്ത് ചെയ്താലാണ് ആ ബിസിനസ് നന്നാവുക എന്നറിയാൻ വേണ്ടിയുള്ള സർവേ ചെയ്യാൻ പറ്റും. ആൻഡ് പോൾട്രി ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ നമ്മുടെ കോഴി വളർത്തൽ കേന്ദ്രം, അതിനുള്ള സഹായ സംവിധാനങ്ങൾ. റീജിയണൽ സ്റ്റേഷൻസ് ഫോർ ഫോറേജ് പ്രൊഡക്ഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ. ആൻഡ് ഡയറി ഡെവലപ്മെൻറ്റ്, ഇൻറ്റൻസീവ് ഡയറി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, പാലുൽപാദനം എങ്ങനെ കൂട്ടാം, അതിനുള്ള സംവിധാനങ്ങൾ, സഹകരണങ്ങൾ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ സ്ട്രെങ്തനിങ് the infrastructure for quality and clean milk production, dairy, poultry, venture cap. ഇത് ഈ മൃഗങ്ങളെ എല്ലാം വളർത്തിയിട്ട് മനുഷ്യൻ തിന്നാനുള്ള സാധനങ്ങളാണ് അല്ലേ, അത് പാലാണെങ്കിലും കോഴിമുട്ടയാണ്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ വളർത്തുന്ന ഒരു ക്ലീൻ എൻവയൺമെൻറ്റിലാണ്. അതാണ് ക്വാളിറ്റി ആൻഡ് ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ. പശുവിനെ നന്നായി കുളിപ്പിച്ച് നീറ്റായിട്ട് ആവശ്യമുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ നോക്കണം, നല്ല പാലായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും, അതാണ് ഡയറി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള സഹായങ്ങൾ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഉദ്യോഗസ്ഥർ വന്ന് നോക്കുകയും ചെയ്യും, അവർ വൃത്തിയുള്ള ഷെഡിലാണോ മൃഗങ്ങളെ വളർത്തുന്നത്, നല്ല ഭക്ഷണമാണ് ഇവറ്റകൾക്ക് കൊടുക്കുന്നത്, ഈ പശുവിനും
കോഴിക്കൊക്കെ ഇപ്പോൾ പല പല സ്ഥാപനങ്ങൾ കോഴീനെ ഒരുമിച്ച് കൊടുത്തിട്ട് അവരെ വീട്ടിൽ വളർത്തിയിട്ട് അതിനുള്ള ഭക്ഷണം എല്ലാം അവർ കൊണ്ടുവന്നു വിടും. അപ്പോൾ ഇത്ര മാസം 3 മാസം അല്ലെങ്കിൽ 6 മാസമൊക്കെ ആകുമ്പോൾ അവർ തന്നെ അത് എടുത്തുകൊണ്ട് പോകുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ ഗ്രാമങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് ഒരു ജോലി കിട്ടുന്ന സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനി ഫിഷറീസ്, വിപണന രംഗത്ത് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. സെൻട്രലി സ്പോൺസേഡ് സ്കീം ഓൺ ഡെവലപ്മെന്റ് ഓഫ് ഇൻലൻഡ് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ, അതായത് മത്സ്യത്തിനെ വളർത്താനും കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനുള്ള ഒരു സംവിധാനം. ഇൻലൻഡ് ഓരോ സ്ഥലത്തിൻ്റെ ഉള്ളിലുള്ള, അല്ലാണ്ട് പുഴയിലെയും കടലിലെ അല്ല, അല്ലാതെ നമ്മുടെ സ്ഥലങ്ങളുടെ ഉള്ളിൽ ചെറിയ പോണ്ട് ഉണ്ടാക്കിയിട്ട് ടാങ്ക് ഉണ്ടാക്കിയിട്ട് അതിനൊക്കെ ഗവൺമെൻറ് ഇപ്പോൾ സഹായം കൊടുക്കുന്നുണ്ട്. അതാണ് സെൻട്രലി സ്പോൺസേഡ് സ്കീം. അപ്പോൾ അതനുസരിച്ച് മത്സ്യക്കുഞ്ഞുങ്ങളെ ലഭ്യമാക്കുകയും നമ്മൾ അവരുടെ നിയമങ്ങളനുസരിച്ച് ഇവറ്റകളെ വളർത്തിയിട്ട് വിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥ. അതാണ് മത്സ്യവിപണന രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ കർഷകർക്ക് അത് ഗുണവും ആകുന്നുണ്ട്. സോ സെൻട്രലി സ്പോൺസേഡ് സ്കീം ഓൺ ഫിഷറീസ് ട്രെയിനിങ് ആൻഡ് എക്സ്റ്റൻഷൻ, ദ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് നബാർഡ്, എല്ലാവർക്കും അറിയുന്ന ഒരു സംവിധാനമാണ്. ഇത് അപെക്സ് ബാങ്ക് ടാസ്ക് ഫോർ പ്രൊവൈഡിങ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഫോർ അഗ്രികൾച്ചർ ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഗ്രാമപ്രദേശങ്ങളിൽ കൃഷിയുടെ ആവശ്യങ്ങൾക്കായും കൃഷിയുടെ വികസനത്തിനായും പിന്നെ അതുപോലുള്ള മറ്റ് വികസന പ്രവൃത്തികൾക്ക് ഇവർ പൈസ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലോണ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ എയ്ഡ്. അപ്പോൾ കൃഷിയെ വളർത്താൻ വേണ്ടി, അപ്പം അത് കർഷകർക്കൊരു സഹായമാകുമല്ലോ. അതിനെയാണ് നമ്മൾ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ അപെക്സ് ബാങ്കാണത്. അതിന് നമ്മൾ നബാർഡ് എന്ന് പറയും. പിന്നെ ദീനദയാൽ അന്ത്യോദയ യോജന അവർ നാഷണൽ അർബൻ ലൈവ്ലി, പണ്ടൊരു അന്ത്യോദയ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ആദ്യം, അതിനെ ഇതിൻ്റെ അകത്തേക്ക് ലയിപ്പിച്ചതാണ്. അതെന്താണെന്ന് വെച്ചാൽ ഏറ്റവും പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു. അതിനാണ് NULM എന്ന് പറയുന്നത്, നാഷണൽ അർബൻ ലൈവ്ലിഹുഡ്സ് മിഷൻ. അത് പട്ടണങ്ങളിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി സ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ക്യാൻ ബി സ്റ്റഡീഡ് യൂസിങ് ലോങ് സ്റ്റാൻഡിങ് കൺസെപ്റ്റ്സ് ഓഫ് ഇക്കണോമിക് അനാലിസിസ് അക്കോർഡിംഗ് ടു ടൊഡാരോ ആൻഡ് സ്മിത്ത്. അവർ പറയുന്നത് സുസ്ഥിരമായ ഒരു വികസനം ത്തിനെപ്പറ്റി നമ്മൾ പഠിക്കണം. അതിൻ്റെ ബേസ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സാമ്പത്തിക അടിസ്ഥാനം അത് പഠിക്കണം എന്നുള്ളതാണെന്നാണ് അവർ പറയുന്നത്. ദീസ് ഇൻക്ലൂഡ് 3 ടൂൾസാണ് അതിന് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതായത് ഭാവിയിൽ എന്തെല്ലാം ബെനിഫിറ്റ്സ് ഉണ്ടാവും. മോർ വെയിറ്റ് ഓൺ ദ ഫ്യൂച്ചർ ദാൻ ഡസ് ദ മാർക്കറ്റ്. ഇപ്പോൾ ഉള്ള മാർക്കറ്റിനേക്കാളും ഭാവിയിലേക്ക് അത് നിലനിൽക്കുമോ, ഭാവിയിൽ ഇവർക്ക് ഇത് സഹായകരമാകുമോ എന്നൊക്കെ അറിയണം. പേയിങ് പ്രോപ്പർ അറ്റൻഷൻ ടു മാർക്കറ്റ് ഫെയിലിയേഴ്സ്, ഫോക്കസിങ് ഓൺ എക്സ്റ്റേണാലിറ്റീസ് ആൻഡ് പബ്ലിക് ഗുഡ്സ്. മാർക്കറ്റിൽ തന്നെ ഇത് പരാജയപ്പെടുമോ. And explicitly valuing natural resources as a form of capital stock rather than just a stream of, അത് ഉപയോഗിക്കാൻ മാത്രമല്ല അതൊരു ക്യാപിറ്റൽ സ്റ്റോക്ക് ആണോ എന്നുള്ളതും ചിന്തിക്കേണ്ട വിഷയമാണെന്നാണ് ഇവർ പറയുന്നത്. സോ അതാണിപ്പോൾ സുസ്ഥിരമായിട്ടുള്ള കാര്യങ്ങളും വികസനവും എങ്ങനെയാണ് അഗ്രികൾച്ചറിൽ അല്ലെങ്കിൽ റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും സാധ്യമാവുക, അതിന് ഗവൺമെൻറ് എന്തെല്ലാം സ്കീംസ് കൊണ്ടുവന്നു, അതൊക്കെയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ യൂണിറ്റ് 13 കണ്ടത്. സോ ഈ പ്രോജക്റ്റ് എല്ലാം നന്നായി പഠിച്ചിരിക്കുക. ബിക്കോസ് ഫോർ ദ എക്സാം അറ്റ് ദ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ദീസ് പ്രോജക്ട്സ് ആർ ഓൾവേസ് ആസ്ക്ഡ്. ലേൺ ദീസ് പ്രോജക്ട്സ് നെയിം ആൻഡ് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദീസ് പ്രോജക്ട്സ് ആൻഡ് ടു ഹൂം. റൂറൽ ഏരിയയിലെ ആൾക്കാർക്ക് ഉള്ള പ്രോജക്റ്റ്സ് ആയിരിക്കില്ല നമ്മൾ നഗരങ്ങളിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് പേ അറ്റൻഷൻ വെൽ സ്റ്റഡിയിങ് ദ rural projects or the schemes given by the government
for helping the people in rural areas. And at the same time, there are also many other schemes for helping the poor, especially the poor of urban. നഗരങ്ങളിലുള്ള പാവപ്പെട്ട ആൾക്കാരുടെയും പ്രശ്നങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടി ധാരാളം സ്കീംസ് ഉണ്ട്. അടുത്ത നമുക്ക് എന്താ നോക്കാം. In this unit we are discussing about ഏറ്റവും താഴെത്തട്ടിലുള്ള ഇനിഷ്യേറ്റീവ്സ്. അതാണ് ഗ്രാസ് റൂട്ട് ലെവൽ. അപ്പം നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമൊക്കെ കൊണ്ടുവന്ന എന്തിനാണ്? ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് ഉപയോഗപ്രദമാകണം, അവരെയും കൂടെ പ്ലാനിങ്ങിലൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. അതാണ് ഗ്രാസ് റൂട്ട്. പണ്ട് അങ്ങനെയല്ല. ഇപ്പോൾ ട്രിവാൻഡ്രത്തോ ഡൽഹിയിലിരുന്ന ഉദ്യോഗസ്ഥരാണ് തീരുമാനിക്കുന്നത് അവർക്ക് സ്കൂൾ വേണോ, ഹോസ്പിറ്റൽ വേണോ, എന്നിട്ട് അവരത് കൊണ്ടുവന്നു. പക്ഷെ ചിലപ്പോൾ അതായിരിക്കില്ല അവർക്ക് ആവശ്യം. ഇവിടെ ഹോസ്പിറ്റൽ ഓൾറെഡി ഉണ്ടാവും, ഇപ്പോൾ സ്കൂൾ ഓൾറെഡി ഉണ്ടാവും, അതല്ലായിരിക്കും അവർക്ക് ആവശ്യം. അപ്പം അതെല്ലാം മാറാൻ, അങ്ങനത്തെ കൺഫ്യൂഷൻസും റെപ്പറ്റീഷൻസും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ അത് അധികാരം കൊടുക്കാൻ വേണ്ടിയാണ് രാജീവ് ഗാന്ധിയുടെ സമയത്ത് ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ബൈ ഇംപ്ലിമെൻറ്റിങ് അല്ലെങ്കിൽ ഭരണഘടനയിലെ പുതിയ ആർട്ടിക്കിൾസിലൂടെ അവർക്ക് അധികാരം കൊടുത്തു. ആർക്ക്? ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ഇപ്പോൾ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനൊക്കെ നഗരങ്ങളിലാണ് ഈ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ഉണ്ടാക്കി. അത് 3 ലെവൽ, ബൈ ബ്ലോക്ക് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ, പിന്നെ ഏറ്റവും താഴ്ത്ത, അങ്ങനെ 3 ലെവലിൽ 3 ടയർ സിസ്റ്റം ഇൻ ദ റൂറൽ പഞ്ചായത്ത്സ്. അതാണ് ചെയ്തത്. അതാണ് ഗ്രാസ് റൂട്ട്സിന് ഇമ്പോർട്ടൻസ്. ഏറ്റവും താഴെത്തട്ടിലുള്ള, അതാണ് ഗ്രാസ് റൂട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ. റിലേഷൻഷിപ്പ് വിത്ത് ദ പ്രോസസ് ഓഫ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്. എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് വേണ്ടത്. And also to describe different aspects of grassroots innovations and their relationship with institutions. Examine the various grassroots initiative programs by various groups and government. പല ആസ്പെക്റ്റ് ഉണ്ടല്ലോ, പല ഭാഗങ്ങൾ, പല ഘടകങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ. പിന്നെ പല സ്ഥാപനങ്ങളുമായിട്ടുള്ള ഇവരുടെ ബന്ധങ്ങൾ, അതാണ്. പിന്നെ ഗ്രാസ് റൂട്ട് ലെവലിൽ പല പ്രോഗ്രാംസ് ഇപ്പോൾ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് മാത്രമല്ല, ഇപ്പോൾ പ്രൈവറ്റ് ഏജൻസീസും എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമുക്ക് പഠിക്കാം. To meet hopes and aspirations of people in the post-Second World War era, അതായത് 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഒരു വികസനം എന്നത് ഒരു പ്രധാനപ്പെട്ട കൺസേൺ അല്ലെങ്കിൽ ഒരു ആവശ്യമായിട്ട് തോന്നി ആർക്ക്? പല രാഷ്ട്രങ്ങൾക്കും അല്ലെങ്കിൽ പല രാജ്യങ്ങൾക്കും. ന്യൂലി ഇൻഡിപെൻഡൻറ്റ് ആഫ്രോ ഏഷ്യൻ കൺട്രീസ് ഇവരൊക്കെ ചിന്തിക്കാൻ തുടങ്ങി, നമ്മളിങ്ങനെ പോയാൽ പോരാ, നമ്മൾക്ക് ആൾക്കാർക്ക് പുരോഗതി പ്രാപിക്കണമെങ്കിൽ നമ്മുടെ നാടിന് തന്നെ വികസനം ഉണ്ടാവണം. അപ്പോൾ എന്ത് പറ്റി? സിൻസ് പെർ ക്യാപിറ്റ ഇൻകം ഇൻ ദീസ് ന്യൂലി ഇൻഡിപെൻഡൻറ്റ് നേഷൻസ് വാസ് ലോ, ആൾക്കാരുടെ ഇൻകം കുറവാണ്. ദേ ഓപ്റ്റഡ് ഫോർ പ്രോഗ്രാംസ് വിച്ച് കുഡ് പ്രൊവൈഡ് ദം എ ഹൈ ഗ്രോത്ത് റേറ്റ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഓരോ മനുഷ്യരുടെയും വരുമാനം വർദ്ധിപ്പിക്കണമല്ലോ. അപ്പം അതിന് ഉതകുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകൾ കൊണ്ടുവരണം. അതായത് കുറച്ച് കാലം കൊണ്ട് കൂടുതൽ പ്രയോജനപ്രദമാകുന്ന സ്കീമുകൾ, പദ്ധതികൾ കൊണ്ടുവരണം. അതാണ് ഈ ആഫ്രിക്കൻ കൺട്രീസ് എല്ലാം ആലോചിക്കാൻ തുടങ്ങിയത്. ഹൈ ഗ്രോത്ത് റേറ്റ്, കുറച്ച് സമയം കൊണ്ട് വലിയ ഒരു വളർച്ച ഉണ്ടാകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ കൂടുതൽ വരുമാനം ലഭ്യമാകുന്ന തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുതന്നെ അവർ ആലോചിക്കാൻ തുടങ്ങി. There were many other listed priorities, but assumption was that once high growth rate is achieved, the trickle down effect would ensure everyone getting benefit out of it. നല്ല രീതിയിൽ വളർച്ചയുള്ളൊരു പ്രോജക്റ്റ് ആണെങ്കിൽ അതേസമയം തന്നെ എല്ലാ മനുഷ്യർക്കും അതിൻ്റെ ബെനിഫിറ്റും കിട്ടുന്ന തരത്തിലുള്ള ഒരു സംവിധാനം, അതാണ് ഗവൺമെൻറ്റുകൾ ആലോചിക്കാൻ തുടങ്ങിയത്. ഇനി എന്താണ് ഗ്രാസ് റൂട്ട് ഇനിഷ്യേറ്റീവ്സ്?
അമർത്യ സെൻ വെക്കുന്നു വികസനത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു എക്കോണമിസ്റ്റ് ആണ് അമർത്യ സെൻ. നമുക്കറിയാം അല്ലേ? എ കൺട്രി ക്യാൻ ഗ്രോ റാപ്പിഡ്ലി. ഒരു രാജ്യത്തിന് സ്പീഡിൽ വളരാൻ സാധിക്കും. അതേസമയം ലിറ്ററസി, ഹെൽത്ത് ആൻഡ് ലൈഫ്, അവിടെ എല്ലാം ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡിൽ വളരാൻ സാധിച്ചെന്ന് വരില്ല എല്ലാ രാജ്യത്തും. നമ്മുടെ കേരളം ഇപ്പോൾ ലിറ്ററസിയിലും ഏറ്റവും മുന്നിൽ. പക്ഷേ നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊന്നും നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ലിറ്ററസി റേറ്റ് ഒന്നും ഹൈ ആയിട്ടില്ല ഇപ്പോഴും, അല്ലേ? അതുപോലെ ആരോഗ്യം, അതുപോലെ ജീവിതത്തിൻ്റെ ഓരോ മനുഷ്യരുടെയും ആയുസ്, അതാണല്ലോ ലൈഫ് എക്സ്പെക്റ്റൻസി. അപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള വളർച്ച ഈ രംഗങ്ങളിൽ ലഭ്യമാകുന്നില്ല. Sen interprets development as a process that expands what he terms the entitlements and capabilities of the people. He opined that instead of concentrating on national product or aggregate income, development economics should concentrate on the entitlements of people and the capabilities those entitlements generate. മനുഷ്യരുടെ കഴിവുകൾ വികസനം വരുമ്പോഴാണല്ലോ മനുഷ്യരുടെ കേപ്പബിലിറ്റീസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. Social indicators such as education, health, women's empowerment, and participation by the socio-economically backward people in the development process promote faster development. സൂചികൾ, വികസനം, ഒരു സമൂഹത്തിൽ വികസനം പ്രാപ്യമായി എന്ന് അറിയാൻ ചില സൂചികളുണ്ട്. അതാണ് വിദ്യാഭ്യാസം, ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം, പിന്നെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർ സാമൂഹിക സാമ്പത്തിക രംഗത്തുള്ള അവരുടെ പങ്കാളിത്തം. അതാണ്. അല്ലാതെ ഒരു കൂട്ടം പണമുള്ള ആൾക്കാർ, വിദ്യാഭ്യാസമുള്ള ആൾക്കാർ മാത്രം ഉയർന്നു വന്നാൽ അത് വികസനമാവില്ല. ഫ്രൂട്ട്സ് ഓഫ് ഡെവലപ്മെന്റ് ഷുഡ് റീച്ച് ടു ഓൾ പീപ്പിൾ എന്നാണ് പറയുന്നത്. എല്ലാ ലെവലിലും താഴെ തട്ട് വരെ ഇത് നമുക്ക് എത്തിക്കാൻ സാധിച്ചാൽ മാത്രമേ ഒരു സമൂഹവും ഒരു രാഷ്ട്രവും വികസിതമായി എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് ഫ്രൂട്ട്സ് ഓഫ് ഡെവലപ്മെന്റ്. ഒരു വികസനത്തിൻ്റെ ഫലങ്ങൾ എപ്പോഴും എല്ലാവർക്കും എത്തിച്ചേരണം. Therefore, social inclusion is today considered as one of the important factors of growth and development. സോഷ്യൽ ഇൻക്ലൂഷൻ, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്ത ഒരു സംവിധാനമാണ് നമ്മൾ. കുറച്ച് പേരെ മാറ്റി നിർത്തിയും കുറച്ച് പേരെ അകൽച്ച് നിർത്തിയും എന്ന ഒരു സംവിധാനമല്ല നമുക്ക് വേണ്ടത്. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള factors of growth and development. Development cannot just be about utilities and growth. ഇൻകത്തിൻ്റെ വളർച്ച മാത്രമല്ല വികസനം. അതുകൊണ്ട് ഇൻകം വേണം, ബാക്കി മറ്റു സംവിധാനങ്ങളെല്ലാം പുരോഗമിക്കണം. അങ്ങനെയുള്ള ഒരു വളർച്ചയെ മാത്രമേ നമുക്ക് വികസനം എന്ന് പറയാൻ സാധിക്കുള്ളൂ. And I hope this is clear for you. I am putting all the explanation in a very, very simple manner. എന്താണ് ഈ ഗ്രാസ് റൂട്ട് ഇനീഷ്യേറ്റീവ്സ് എന്ന് നമുക്ക് നോക്കാം. ഈ ഇന്ത്യയിൽ ദ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് ഇന്നോവേഷൻ ഫ്രം ദ ഗ്രാസ് റൂട്ട്സ് ബേസ്ഡ് informal environment has been awareness of the imaginative and inventive capacity of the informal sector and appreciation of the population. അതായത് നമ്മളിപ്പോൾ അസംഘടിത മേഖലയിൽ, അതാണ് ഇൻഫോർമൽ സെക്ടർ എന്ന് പറയുന്നത്, അവിടേക്കും കൂടെ നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വരുന്നത്. ജനറലി കൺസിഡേർഡ് ആസ് മച്ച് യൂസ്ഫുൾ ഫോർ ദ നാഷണൽ ഇക്കോണമി. ദേശീയ വരുമാനത്തിന് അല്ലെങ്കിൽ who were generally considered as much useful for the നമ്മുടെ ജനസംഖ്യയും ഈ എക്കണോമിക് നാഷണൽ വരുമാനവും തമ്മിൽ ബന്ധപ്പെട്ടാണല്ലോ ഇരിക്കുന്നത്. ആസ് ഈക്വൽ പാർട്ടിസിപ്പൻസ് ദ ഫോർമൽ സെക്ടർ ഇൻറ്റിഗ്രേറ്റഡ് national innovation system with the ability of grassroots innovators. The one who is at the local level must be given freedom. ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് വരെ നമുക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. അതാണ് പറയുന്നത്. പവർ ആൻഡ് പ്ലാൻസ്, അവരുടെ അധികാരവും അല്ലെങ്കിൽ അവർക്ക് ഓരോ പ്ലാൻസ് ഉണ്ടാവും.
അത് നിറവേറ്റാൻ വേണ്ടിയുള്ള ഒരു വഴികളും നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവസരങ്ങൾ അവർക്ക് പ്രാപ്യമാണ്. അതാണ് മീൻസ് ടു എക്സസൈസ് ദെയർ പവർ ആൻഡ് പ്ലാൻസ് എന്ന് പറഞ്ഞത്, വിത്ത് ലെസ് ബ്യൂറോക്രാറ്റിക് ഇൻ്റർവെൻഷൻസ് ഫ്രം ദ ടോപ്പ്. നമ്മൾക്ക് ഇപ്പോഴും ഓരോ ആവശ്യത്തിനും ഓരോ സർട്ടിഫിക്കറ്റ്സിനും നമുക്ക് ഉദ്യോഗസ്ഥരെ സമീപിക്കേണ്ടതായ ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അതാണ് ബ്യൂറോക്രാറ്റിക് ഇൻഫ്ലുവൻസ് എന്ന് പറയും. അപ്പോൾ അവരുടെ ഇൻ്റർവെൻഷൻസ് കുറച്ച് കൊണ്ടുവരണം. അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ അധികാര പരിധിയിൽ കുറേ കാര്യങ്ങൾ പെടുത്താതെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസേഴ്സ് എളുപ്പത്തിൽ ഇവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതാണ് മുകളിൽ ടോപ്പ് ടു ബോട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലിരിക്കുന്ന അധികാരികൾ. The bottom up approach has been found to be a more successful approach to facilitate the faster development leading to decentralization of power. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ആവശ്യമാണ്. So with regard to grassroots innovations, the centralized top-down approach is less participatory, more instructive and too bureaucratic. പണ്ട് നേരത്തെ പറഞ്ഞല്ലോ, പണ്ട് മുകളിൽ നിന്ന് താഴെത്തട്ടിലേക്കായിരുന്നു അധികാരം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഉള്ള ആൾക്കാരുടെ പങ്കാളിത്തം കുറവായിരിക്കും. പിന്നെ ഒരു ബ്യൂറോക്രാറ്റിക് നേച്ചറാണ് അത് ആ സംവിധാനത്തിനെല്ലാം ഉണ്ടാകുന്നത്. നമുക്ക് അതല്ലല്ലോ ആവശ്യം, കൂടുതൽ ആൾക്കാരുടെ പങ്കാളിത്തം നമുക്ക് ആവശ്യം. അധികാരികളുടെ അധികാര മനോഭാവത്തോടുകൂടി ഇരുന്ന കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റില്ല, അല്ലേ? അവർ പേടിച്ചിട്ട് ആൾക്കാർ മുന്നോട്ട് വരാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടെന്ന് നമുക്ക് ആവശ്യം എന്താണ്? കൂടുതലായിട്ടുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെൻ്റ് ആണ് നമുക്ക് ആവശ്യം. ഗ്രാമങ്ങളിൽ എന്താണ് പറ്റുന്നത്? Knowledge centers our generic information to local specific knowledge, a new internet medium with other usual mediums like the television, radio, newspapers, ഇതൊക്കെ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റണം. Men and women trained to process information for their community's benefit. For example, knowledge regarding availability finance. അപ്പം വിവരം ആൾക്കാർ അറിയണം, എവിടെ നിന്ന് ലോൺ കിട്ടും, ഏത് ഏജൻസി പോയാൽ അതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ്. അതാണ് CSR കോർപ്പറേറ്റ്. അതുപോലെ ചില ഗവൺമെൻറ് ഏജൻസിയിൽ അവർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് ഫണ്ട് ഉണ്ട്. അപ്പോൾ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ഫണ്ട് ഉണ്ട്. അപ്പോൾ അതിനെ പോയി അപ്രോച്ച് ചെയ്യാൻ ഇതിനെപ്പറ്റി നമുക്ക് അറിവ് വേണം. ഡൊണേഷൻസ് കിട്ടും. NGOs, ഇൻ്റർനാഷണൽ NGOs ഒക്കെ ഡൊണേഷൻസ് കൊടുക്കും. ഗവൺമെൻറ് സ്കീംസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള. അപ്പോൾ 90% of all women work self employed in India. They are generally skilled in traditional crafts. പാവപ്പെട്ട ആൾക്കാർ അവർക്ക് സ്കില്ലുണ്ടാവും. അപ്പോൾ UN Decade of Women ആയിരുന്നു എന്ത് 75 to 85. That had put the focus on pay, gendered violence, land holding, അത് ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. വിമൻസ് കോൺട്രിബ്യൂഷൻ ഇൻഫോർമൽ റിമെയിൻ. ആദ്യം ഒന്നും ഈ അസംഘടിത മേഖലയിൽ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നത് ആരും കൗണ്ട് ചെയ്തിരുന്നില്ല. പിന്നെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. ബിക്കോസ് അവർ നിശബ്ദമായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം അവർക്കും ജോബ് സെക്യൂരിറ്റി ഇല്ലാത്ത ഒരവസ്ഥ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഹോം ബേസ്ഡ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഫാബ്രിക്, അവർ ബീഡി, അഗർബത്തി, പപ്പട് ഇതൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ തലച്ചുമടായിട്ട് വിൽക്കുന്ന വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഐറ്റംസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ അഗ്രികൾച്ചർ ലേബറേഴ്സ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, കോൺട്രാക്ട് ലേബേഴ്സ്, ലോണ്ടറി, അലക്കുകാർ, വീട്ടുപണിക്കാർ, ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. നാസ്ഡിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ ആദിവാസികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രൈബൽ who identified and reported cases of maternal and infant health care violations occurring in tea plantations in Assam. Through this initiative, women could report violations through text message using numeric codes. അപ്പോൾ ഇങ്ങനൊരു ഓർഗനൈസേഷൻ വന്നപ്പോൾ സ്ത്രീകൾക്ക് അവരെതിരായിട്ട് ആരെങ്കിലും ചെയ്താൽ അവർക്ക് അതിന് പരിഹാരം കണ്ടെത്താനുള്ള മാർഗങ്ങൾ സംഘടനയിൽ കൂടി അവർ ഉണ്ടാക്കി. അതുപോലെ തന്നെയാണ് സെൽഫ് എംപ്ലോയ്ഡ് വിമൻസ് അസോസിയേഷൻ. 1972 ഹൈദരാബാദിലാണ് അവർ ഫോം ചെയ്തത്. അഹമ്മദാബാദ് സോറി. ദ ഓർഗനൈസേഷൻ ക്രോസ് ലൈൻസ് ഓഫ് റിലീജിയൻ, കാസ്റ്റും അതൊന്നും പ്രശ്നമില്ല. ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് ആകാം. മുസ്ലിംസ് ഉണ്ട്, ഷെഡ്യൂൾ കാസ്റ്റ് ആൾക്കാരുണ്ട്, അങ്ങനത്തെ കുറേ കോപ്പറേറ്റീവ്സ് എല്ലാം ഉണ്ട്. സോ പിന്നെ സഹയോഗ്,
അതും ഒരു 12,000 ആൾക്കാർ, സ്ത്രീകൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചെന്ന ഒരു സംവിധാനമാണ്. ഗവൺമെന്റ് ഇനിഷ്യേറ്റഡ് എ സ്കീം ടു എൻഷുർ ഫ്രീ കോംപ്രഹെൻസീവ് മെറ്റേണിറ്റി കെയർ ആൻഡ് ദ UP സ്റ്റേറ്റ് ഗവൺമെന്റ് റിക്വസ്റ്റ് സിവിൽ സൊസൈറ്റി മോണിറ്റർ. അത് അതിനെ നോക്കാനുള്ള ചില ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാവരും ഉണ്ട്, ട്രൈബലും ദളിതും മുസ്ലിംസും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ MNRG എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഗ്രാസ് റൂട്ട്സ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, ലാർജസ്റ്റ് ഒരു സ്കീമാണത്. 2006 അത് കൊണ്ടുവന്നത്. 100 ദിവസമെങ്കിലും വെയ്ജ് എംപ്ലോയ്മെന്റ് കൊടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഫൈനാൻഷ്യലി. അപ്പം ഒരു വർഷത്തിൽ ഒറ്റ ദിവസം ജോലി ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകരുതെന്ന് കരുതിയിട്ടാണ് ഇങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവന്നത്. Social inclusion and Panchayati Raj institution, it also provides improved productive assets and livelihood resources. ഇനി MRGSന്റെ കുറേ പ്രോഗ്രാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾക്ക് ഒരു വീട്ടിൽ നിന്ന് ഒരാൾക്കെങ്കിലും ജോലി കൊടുക്കണം 100 ദിവസത്തേക്ക്. ഫോർ വില്ലിംഗ് ടു വർക്ക്, അതാണ് എംപ്ലോയ്മെന്റ് ഫോർ ഓൾ റൂറൽ ഹൗസ് ഹോൾഡ്സ് or willing to work. Free registration with a job guaranteed within 15 days of application. Fixed minimum age, ഏറ്റവും ചുരുങ്ങിയ കൂലി ഇത്രയാണെന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതിൽ താഴെ കൊടുക്കാൻ പാടില്ല. അതാണ് ഫിക്സഡ് മിനിമം വേജസ് വിത്ത് വീക്കിലി, ആഴ്ചകളിൽ അവർക്ക് പേയ്മെൻറ്റ്സ് നടത്തിക്കൊള്ളണം. അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് എംപ്ലോയീസ് മസ്റ്റ് ബി വുമൺ, 1/3 ഭാഗം സ്ത്രീകളായിരിക്കണം. അപ്പം സ്ത്രീകൾക്ക് ചോദ്യം ചെയ്യാം, അല്ലാത്ത വിധത്തിലാണ് ചെയ്യണേ. അപ്പം ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പദ്ധതി ഫങ്ഷൻ ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പം സ്ത്രീകളെ സഹായിക്കാനും പാവപ്പെട്ടവരെ സഹായിക്കാനും ഉള്ള ഒരു പദ്ധതി. അപ്പം എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ വർഷം മുഴുവൻ ജോലി ഇല്ലാത്ത അവസ്ഥ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനു വേണ്ടിയാണ് ഈ MNREGA പ്രോജക്റ്റ് ഇങ്ങനത്തെ കുറേ നിയമങ്ങൾ, സംവിധാനങ്ങൾ ഈ സ്കീമിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയത്. അത് മെയിൻലി റൂറൽ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കാണ്. അവർക്ക് ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം ജോബിന്, ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. 15 ദിവസത്തിനുള്ളിൽ ഫിക്സഡ് മിനിമം വേജസ് അവർക്ക് കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഇതിൻ്റെ അകത്ത് സംവിധാനങ്ങളുണ്ട്. ജോബ് പോർട്ടൽ launched on 27/6/2018 is a digital platform wherein job seekers, students, MSME technology and center recruit can register themselves for mutually beneficial interaction. അവർക്ക് അതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യാം. അപ്പം അതും ഒരു ജോലി കിട്ടാനുള്ള ഒരു നല്ല സംവിധാനം ആണല്ലോ. അതാണ് പക്ഷെ ഒരു ഡിജിറ്റലായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടി. അപ്പം മിക്കവാറും MSME ടെക്നോളജി സെൻറ്റേഴ്സിലുള്ള വിദ്യാർത്ഥികളെ ആണ്. പിന്നെ ജോലി ആവശ്യമുള്ളത് റിക്രൂട്ടേഴ്സ് ക്യാൻ രജിസ്റ്റർ. പിന്നെ അവരെ ആവശ്യമുള്ളവർക്കും റിക്രൂട്ടേഴ്സിനും അതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ആൾക്കാരെ അവർക്ക് കിട്ടും. അപ്പം പഠിച്ച കുട്ടികൾക്ക് ജോലിയും കിട്ടും. അപ്പം അങ്ങനെയുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഈ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. സോ ദസ് വി ഫിനിഷ് അവർ ടോപ്പിക്സ് ഫോർ ദിസ് paper, and it was a very enjoyable and a very good sessions. I hope all of you enjoyed and all of you have cleared all your doubts, and I have explained all the points clearly. I hope so. And thank you all for listening to me. Thank you all once again. There are so many topics and very simple topics. And in India, all these institutions which I address can be seen in India, rural and also in urban areas. So after reading, if you interact with the people working in the panchayats or corporations, it will be more clear for you. This is a very simple and it's a very good paper, and you can read and understand, and hope all the best for your exams. Okay, thank you all of you once again. Thank you.